ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരായുള്ള തൻ്റെ നിലപാട് കടുപ്പിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇവിടെ ഈ താരിഫ് യുദ്ധം അദ്ദേഹം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ഉയർന്ന താരിഫ് ചുമത്തുന്നത് എന്തുകൊണ്ട് എന്നതിന് അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നു. അപ്പോൾ ട്രംപിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിന് എതിരാണ് എന്നതാണ്. ആ ബ്ലോക്ക് ഡോളറിന് എതിരാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ട്രംപിൻ്റെ നിലപാട്. അതുകൊണ്ട് അദ്ദേഹം ബ്രിക്സിൽ ചേരാൻ ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ച് വരുന്ന രാജ്യങ്ങളോടൊരു കാര്യം പറയുന്നു. നിങ്ങൾ ബ്രിക്സിൽ ചേരാൻ ആഗ്രഹിച്ചാൽ അത് കുഴപ്പമില്ല, പക്ഷേ ഞങ്ങളുടെ നാട്ടിലേക്ക് എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതിന് ഉയർന്ന തീരുവ ചുമത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ട്രംപിൻ്റെ ഭീഷണി. അപ്പോൾ ട്രംപ് പറയുന്നത് തൻ്റെ ആ ഭീഷണി കേട്ട് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെല്ലാം ബ്രിക്സുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു എന്നാണ്. അവർ ബ്രിക്സിൽ നിന്ന് പുറത്തു പോവുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ബ്രിക്സ് ഡോളറിനെ ആക്രമിക്കുന്നു, ആ കളി കളിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ കളിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുണ്ടെങ്കിൽ US വരുന്ന അവരുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും കനത്ത തീരുവ ഏർപ്പെടുത്തും. അത് ഒരു ഭീഷണിയായി തന്നെ ട്രംപ് ഉന്നയിക്കുകയാണ്. അപ്പോൾ ബ്രിക്സ് US സാമ്പത്തിക ആധിപത്യത്തെ തകർക്കും എന്നാണ് ട്രംപിൻ്റെ ഭയം എന്നെല്ലാവരും കരുതുകയാണ്. അത് ഈ ബ്രിക്സ് ഒരു വെല്ലുവിളി ട്രംപിനെതിരെ ഉയർത്തുന്നു എന്ന് അദ്ദേഹം ധരിക്കുന്നു എന്ന് പലരും. ബ്രിക്സ് എന്ന് പറയുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന് തുടങ്ങിയ ഒരു കൂട്ടായ്മയാണെങ്കിലും പിന്നീട് മറ്റ് പല രാജ്യങ്ങളും പല തരത്തിൽ അതിൻ്റെ ഭാഗവാക്കുകളായി. ചിലർ അതിൽ പെർമനൻറ്റ് മെമ്പേഴ്സായി, മറ്റു ചിലർ പാർട്ട്നേഴ്സായി, വേറെ ചിലർ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE തുടങ്ങിയ അതിൻ്റെ അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ അൾജീരിയ, ബെലറൂസ്, ബൊളീവിയ, ക്യൂബ, കസാക്കിസ്ഥാൻ, മലേഷ്യ, നൈജീരിയ, തായ്ലാൻഡ്, ടർക്കി, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം അങ്ങനെ ഒക്കെയുള്ള പാർട്ട്ണർ രാജ്യങ്ങൾ അതിൻ്റെ ഭാഗമായുണ്ട്. പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ 10 രാജ്യങ്ങൾ അംഗത്വത്തിന് അപേക്ഷ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബ്രിക്സ് ഒരു വലിയ ശക്തിയായി മാറുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ലോകക്രമത്തിലൊരു വലിയ കൂട്ടായ്മ എന്ന് പറയുന്നത് G7 രാജ്യങ്ങളാണ്. ഗ്രൂപ്പ് ഓഫ് 7 സമ്പന്ന രാജ്യങ്ങളായ 7 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് G7. അപ്പോൾ അതിനൊരു ബദൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ബ്രിക്സിനെ വിശേഷിപ്പിക്കാം. ഒരു ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 4/1 ഈ ബ്രിക്സ് രാജ്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോക ജനസംഖ്യയുടെ പകുതിയോളം ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ കീഴിലാണ് ഉള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലോക ജനസംഖ്യയുടെ പകുതിയെ പ്രതിനിധീകരിക്കുന്നതാണ് ബ്രിക്സ് എന്ന്. അപ്പോൾ ട്രംപിൻ്റെ ഭീഷണി വരുന്നതിൻ്റെ കാരണം വ്യക്തമാണ്. ട്രംപ് ബ്രിക്സിനെ ഭയക്കുന്നു എന്ന് തന്നെയാണ് അതിലെ സുപ്രധാനമായ ഘടകം. അപ്പോൾ ഡോളറിനെ അങ്ങനെ ബ്രിക്സിന് മറികടക്കാൻ കഴിയുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതിൽ ഒരു വ്യക്തമായൊരു കാര്യം പുറത്തു വന്നത് 2023 മുതൽ വില കുറഞ്ഞ റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നുണ്ട്. പക്ഷേ അതിന് ഡോളർ ഉപയോഗിക്കുന്നില്ല, മറ്റ് കറൻസികളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രാദേശിക രാജ്യങ്ങൾ അത് അവരുടെ പ്രാദേശികമായ കറൻസികൾ ഉപയോഗിച്ച് വ്യാപാരം നടത്തണം എന്നാണ് ബ്രിക്സിൻ്റെ ഒരു നിലപാട്. ബ്രിക്സിന് സ്വന്തമായൊരു കറൻസി വേണമെന്ന് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് അതാത് രാജ്യങ്ങളുടെ കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്താനുള്ള ഒരു ശ്രമം വേണ്ടത് എന്നാണ് ബ്രിക്സിൻ്റെ ഒരു നിലപാട്. ആ നിലപാടിപ്പോൾ ശക്തി പ്രാപിച്ചു വരികയുമാണ്. ഇപ്പോൾ നമ്മൾ 2024 ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആഗോള വ്യാപാരം അത് ഏതാണ്ട് $33 ട്രില്യൺ. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം അതിൽ വെറും 3%. അപ്പോൾ ഇത് വർദ്ധിപ്പിക്കണം. ഇതിപ്പോൾ $1 ട്രില്യൺ. അതിനെ വർദ്ധിപ്പിക്കണം എന്നൊരു നിലപാട് ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ വരികയും ചെയ്യുന്നു. അപ്പോൾ ആ കൂട്ടായ്മ ശക്തി പ്രാപിക്കുന്നതോടെ ഒരു ബദൽ വ്യാപാര സംവിധാനം, ഒരു ബദൽ ക്രമം ലോകത്തുണ്ടാകും എന്ന് ട്രംപ് ഭയക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ ആഗോള ഇടപാടുകളുടെ ഏതാണ്ട് 90% ഇപ്പോൾ ഡോളറിലാണ്. വിദേശ നാണ്യ കരുതൽ ശേഖരം പല രാജ്യങ്ങളുടെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 59%-ലധികം US കറൻസിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡോളറെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് കറൻസികൾക്ക് മുന്നേറാൻ കഴിയുമോ എന്ന ചോദ്യം ചില സാമ്പത്തിക വിദഗ്ധർ പല കോണുകളിൽ നിന്ന് ഉയർത്തുന്നുണ്ട്. അവർ പറയുന്നത് യുവാൻ്റെ ഈ മൂലധന നിയന്ത്രണങ്ങൾ ഒരു വലിയ പ്രശ്നമാണ്. റൂബിളിൻ്റെ അസ്ഥിരത പരിശോധിക്കണം. അതുകൊണ്ട് ഡോളർ ഉപേക്ഷിച്ച് പെട്ടെന്ന് അങ്ങനെ പോകാൻ കഴിയില്ല എന്ന് പല സാമ്പത്തിക വിദഗ്ധരും എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വെല്ലുവിളി ബ്രിക്സ് ഉയർത്തുന്നു.
ഒരു ബദൽ ഉയർത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പല രാജ്യങ്ങളും ബ്രിക്സിലേക്ക് ആകൃഷ്ടരാകുന്നു, ഈ ബ്ലോക്കിലേക്ക് അവർ വരുന്നു. അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. ഒന്ന്, പാശ്ചാത്യരുടെ ആധിപത്യം കുറഞ്ഞ ഒരു ബഹുധ്രുവ ലോകക്രമം പലരും അന്വേഷിക്കുന്നു. ലോകവേദിയിൽ ദക്ഷിണഗോള രാജ്യങ്ങളുടെ ഒരു ശബ്ദമായി ബ്രിക്സ് അവിടെ തിളങ്ങുന്നു. അപ്പോൾ പാശ്ചാത്യ രാഷ്ട്രീയ ചരടുകളില്ലാത്ത ഒരു നയം രൂപീകരിക്കാൻ ബ്രിക്സ് വഴിവെക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വികസനം, ധനസഹായം എന്നതിനപ്പുറത്തേക്ക് ഒരു പുതിയ ലോക രാഷ്ട്രീയ ചിന്ത കൂടി ബ്രിക്സ് രൂപം നൽകുന്നു എന്ന് ഭയപ്പെടുന്നവരുണ്ട്. അതായിരിക്കാം ഒരു പക്ഷേ ട്രംപിന് ഭീഷണിയായി അയാൾക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ ലോകബാങ്കിൻ്റെ ഒരു പുതിയ എതിരാളി ആയി ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ കാണുന്നു. ഇപ്പോൾ ലോകബാങ്ക് ഏതാണ്ട് $1 ട്രില്യൺ കൂടുതൽ വായ്പ നൽകിയിട്ടുണ്ട്. ന്യൂ ഡെവലപ്മെൻ്റ് ആകട്ടെ $39 മില്യൺ വായ്പകൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ലോകബാങ്കിനെതിരെ, ലോകത്ത് അമേരിക്ക നയിക്കുന്ന ഒരു ക്രമത്തിനെതിരെയുള്ളൊരു നീക്കമാണോ എന്ന് ട്രംപ് സംശയിക്കുന്നു. മാത്രമല്ല, ഇത് ബ്ലോക്ക് ഒരു പരിവർത്തന ശക്തിയല്ല, മറിച്ച് ഇതൊരു പ്രതീകാത്മക ക്ലബ്ബാണ് എന്ന് ഒക്കെ ആദ്യം ചിലർ കരുതിയിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു പുതിയ ലോക രാഷ്ട്രീയ ക്രമത്തിന് ബ്രിക്സ് വഴിവെക്കുമോ എന്ന സംശയം അമേരിക്കയിൽ ഉരുത്തിരിയുന്നു എന്നതുകൂടിയാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ട്രംപിനെ നേരിട്ട് പരാമർശിക്കാതെ ഈ ബ്രിക്സ് നേതാക്കൾ ഈ ഏകപക്ഷീയമായ ഉപരോധങ്ങളെയും അതുപോലെ സംരക്ഷണവാദ താരിഫുകളെയും ഒക്കെ വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആഗോള വ്യാപാരം വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. WTO നിയമങ്ങളുടെ ലംഘനങ്ങളെ സംബന്ധിച്ച് ഈ ഗ്രൂപ്പ് പല ഘട്ടങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക വേദികളിൽ നേതാക്കൾ മറ്റു തരത്തിലുള്ള ചില കൂട്ടായ്മകൾ രൂപീകരിക്കുന്നു. പ്രത്യേകിച്ച് കൃത്രിമ ബുദ്ധി എന്ന AI ഇപ്പോൾ വലിയ തോതിൽ ആ ഒരു മേഖല ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിൽ അതിലൊരു കൂട്ടായ്മ ഈ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു. ഭരണം, കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ ആരോഗ്യം തുടങ്ങിയ മേഖലകളിലൊക്കെ സഹകരണം വരുന്നു. അതോടൊപ്പം തന്നെ ആഗോള സംഘർഷങ്ങളിൽ പുതിയൊരു രാഷ്ട്രീയ നിലപാട് വരികയാണ്. റഷ്യയ്ക്ക് ബ്രിക്സിൽ അംഗത്വം ഉള്ളതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ റഷ്യ നടത്തുന്ന യുദ്ധത്തിൽ വളരെ ജാഗ്രത ബ്രിക്സ് പുലർത്തുന്നു. അവിടെ ഒരു നിലപാടെടുക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടിയുള്ള ഒരു നിലപാടാണ് അവിടെ എടുക്കുന്നത്. അപ്പം റഷ്യ നേരിട്ടങ്ങനെ വിമർശിക്കാതെ, എന്നാൽ ഒരു പൊതു നിലപാടെന്ന നിലയിൽ കാര്യങ്ങൾ പറയുന്നു. അതേസമയം മറ്റ് ചില മേഖലകളിൽ വളരെ ശക്തമായ നിലപാട് ബ്രിക്സ് എടുക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ആണ് അമേരിക്കയ്ക്ക് ഉള്ളത്. അപ്പോൾ സുസ്ഥിര സമാധാന പരിഹാരത്തിന് ഒക്കെ ആഹ്വാനം ചെയ്യുമ്പോൾ ഈ രാഷ്ട്രീയ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ബഹുരാഷ്ട്രവാദം, അന്താരാഷ്ട്ര നിയമം, ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലുള്ള പരിഷ്കരണങ്ങൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കൂടുതൽ അവകാശങ്ങൾ, അതിൽ ഇന്ത്യക്കൊരു നിർണായക പങ്കുമുണ്ട്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളുടെ കൂടുതൽ അവകാശങ്ങൾ ആഗോള വേദിയിൽ ബ്രിക്സ് ആവശ്യപ്പെടുന്നു. അപ്പോൾ ബ്രിക്സ് ഒരു പുതിയ ലോകക്രമത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമോ എന്ന ഭയം ട്രംപിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് വെറും ഒരു ഡോളർ സംരക്ഷിക്കാനുള്ളൊരു നീക്കം മാത്രമായി കണ്ടുകൂടാ. അതുകൊണ്ടാണ് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ കൂടുതൽ നികുതി ചുമത്തുകയും ബ്രിക്സിനെ പൊളിക്കാനുള്ള ഒരു നീക്കം ട്രംപ് നടത്തുകയും ചെയ്യുന്നത് എന്ന് ആണ് ഇപ്പോൾ രാഷ്ട്രീയ കോണുകളിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്.